ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറുന്നതായി അധികാരമേറ്റ മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. രാജ്യത്ത് ഇനി സ്ത്രീയും പുരുഷനും മാത്രമേ ഉള്ളൂവെന്നും ട്രാൻസ്ജെൻഡർ വിഭാഗം ഇല്ല എന്നും ട്രംപ് ഒപ്പുവെച്ച ഉത്തരവിലുണ്ട്. ഇതടക്കം 200ഓളം ഉത്തരവുകളാണ് ട്രംപിന്റെ സ്ഥാനാരോഹണത്തിന് പിന്നാലെ പുറത്തിറങ്ങിയത്. ഭരണമേറ്റെടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ 200ഓളം ഉത്തരവുകൾ രണ്ടാം ഊഴത്തിൽ ഡൊണാൾഡ് ട്രംപ് നിശ്ചയിച്ചുറപ്പിച്ചു തന്നെയാണ്. അനധികൃത കുടിയേറ്റം തടയാൻ ട്രംപ് മെക്സിക്കോ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മെക്സിക്കോയിലെ ക്രിമിനൽ സംഘങ്ങളെ ഭീകരവാദ സംഘടനകളായി പ്രഖ്യാപിച്ചു. അതിർത്തിയിൽ നിർത്തിവെച്ച മതിൽ നിർമ്മാണം പുനരാരംഭിക്കും. അമേരിക്കയിൽ ജനിക്കുന്ന ഏതൊരു കുഞ്ഞിനും ജനനം മുഖേന പൗരത്വം ലഭിക്കുന്നത് നിർത്തലാക്കി. ഇന്ത്യൻ വംശജർ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാർക്ക് ഇത് തിരിച്ചടിയാകും. 2020 ക്യാപിറ്റോളിൽ കലാപം നടത്തി ജയിലിൽ കഴിയുന്ന 1600ഓളം പേർക്ക് മാപ്പ് നൽകിയ തീരുമാനം വിവാദത്തിന് വഴിവെച്ചു. കോവിഡ് ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകും. സംഘടനയ്ക്ക് ഏറ്റവുമധികം സാമ്പത്തിക സംഭാവന നൽകുന്ന രാജ്യമാണ് അമേരിക്ക. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നതോടെ $1 ട്രില്യൺ ലാഭം രാജ്യത്തിനുണ്ടാകുമെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ഫോസിൽ ഇന്ധനത്തിന്റെ ഉപഭോഗം രാജ്യത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് ആർട്ടിക് പ്രദേശത്ത് എണ്ണ പര്യവേഷണം ആരംഭിക്കുമെന്നും പറഞ്ഞു. രാജ്യത്തെ ഭിന്നലിംഗക്കാരെ ബാധിക്കുന്ന സുപ്രധാന ഉത്തരവും ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടു. സ്ത്രീ, പുരുഷൻ എന്നീ 2 ജെൻഡറുകൾ മാത്രമേ രാജ്യത്തുള്ളൂവെന്നും ലിംഗമാറ്റം നിരോധിക്കുന്നുവെന്നും ഉത്തരവിലുണ്ട്. റിസർച്ച് ഡെസ്ക് 24.